പീച്ചി പോലീസ് മർദ്ദനത്തിൽ എസ്ഐ ആയിരുന്ന PM രതീഷിനെതിരെ സ്വീകരിച്ച നടപടിയിൽ തൃപ്തനല്ല എന്ന പരാതിക്കാരനായ KP ഔസേപ്പ്. സസ്പെൻഷന് പകരം രതീഷിനെ സർവീസിൽ നിന്നും പുറത്താക്കുകയാണ് വേണ്ടതെന്ന് KP ഔസേപ്പ് പറഞ്ഞു. മർദ്ദനത്തിന് കൂട്ടുനിന്ന മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി സ്വീകരിക്കണമെന്നും KP ഔസേപ്പ് ആവശ്യപ്പെട്ടു. പീച്ചിയിലെ SI ആയിരുന്ന PM രതീഷ് ഹോട്ടൽ ജീവനക്കാരെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളാണ് അന്നത്തെ ഹോട്ടൽ ഉടമയായിരുന്ന ഔസേപ്പ് എന്ന് പറയുന്ന വ്യക്തി നൽകിയത്. എന്നാൽ ആ പരാതികളൊന്നും തന്നെ യാതൊരു വിധത്തിലും കൃത്യമായ അന്വേഷണം നടന്നില്ല. പോലീസ് സ്റ്റേഷനകത്ത് വെച്ച് ഈ ജീവനക്കാരെ മർദ്ദിച്ചെന്ന പരാതിയിൽ ഒരു തരത്തിലുള്ള അന്വേഷണവും നടന്നില്ലെന്ന് മാത്രമല്ല, ആ SIക്ക് പിന്നീട് CI ആയി പ്രൊമോഷൻ ലഭിക്കുകയും ചെയ്തു. ഇതൊക്കെ തന്നെ വലിയ തോതിലുള്ള പരാതികൾക്ക് ഇടയാക്കി. അതിനുശേഷമാണ് ഇതിൻ്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഉള്ളവ ഔസേപ്പിന് ലഭിച്ചത്. അത് വെച്ച് പിന്നീട് പരാതി നൽകിയെങ്കിലും അതും നടപടി ഉണ്ടായില്ല. ഒടുവിൽ ഈ മാധ്യമങ്ങളിലൂടെ ഈ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്ന് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഒരുപാടായപ്പോഴാണ് പിന്നീട് രതീഷിനെതിരെ വീണ്ടും നടപടിയെടുക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞത് ആ SIയെ സ്ഥലം മാറ്റി എന്നുള്ളതാണ്. അതിന് തൊട്ട് പിന്നാലെയാണ് ദക്ഷിണ മേഖല IG-യുടെ ഈ തീരുമാനം വരുന്നത്, രതീഷിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട്. എന്നാൽ അതിൽ സസ്പെൻഷനിൽ മാത്രം താൻ തൃപ്തനല്ല എന്നുള്ളതാണ് പരാതിക്കാരൻ പറയുന്നത്. കുറ്റം ചെയ്ത ഈ ഉദ്യോഗസ്ഥനും ആ സ്റ്റേഷനിലെ നിരവധിയായ പോലീസുകാരുണ്ട്. അതായത് മഹേഷ് എന്ന് പറഞ്ഞൊരു CPO ഉണ്ട്, ജയേഷ് എന്ന് പറഞ്ഞൊരു ഗ്രേഡ് SI ഉണ്ട്, ഡേവിസ് എന്ന് പറഞ്ഞൊരു ഗ്രേഡ് SI ഉണ്ട്, മനീഷ് എന്ന് പറഞ്ഞൊരു CPO ഉണ്ട്, യൂസഫ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഇവർ 5 പേരും ഇതിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുത്ത ഉദ്യോഗസ്ഥരാണ്. അന്ന് സിറ്റി പോലീസ് കമ്മീഷണർക്കടക്കം ഔസേപ്പ് പരാതി നൽകിയിരുന്നു. അന്ന് അന്വേഷണം നടത്തുന്ന DYSP ഉൾപ്പെടെ ഈ ഔസേപ്പിൻ്റെ മൊഴി തെറ്റായാണ് രേഖപ്പെടുത്തിയതെന്നുൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് ഔസേപ്പിൻ്റെതായുള്ളത്. അതിലൊക്കെ തന്നെ കൃത്യമായ നടപടി വേണം എന്നൊരു ഉറച്ച ഒരു നിലപാടാണ് നിലവിൽ ഔസേപ്പിനുള്ളത്. ഇപ്പോഴത്തെ നടപടിയിൽ തൃപ്തനല്ല എന്ന് ആവർത്തിച്ച് പറയുന്നു ഔസേപ്പ്. MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.